ആകാശവാണി. സംസ്ഥാന ശുചിത്വ മിഷൻ മാലിന്യമുക്തം നവകേരളം. എല്ലാം കുട്ടികളിൽ നിന്ന് തുടങ്ങണം എന്നാണല്ലോ അറിവുള്ളവർ പറഞ്ഞിട്ടുള്ളത്. ശുചിത്വത്തിന്റെ നല്ല ശീലങ്ങൾ കുട്ടികളെ പഠിപ്പിച്ചാൽ നമ്മുടെ നാടിന്റെ നാളെകൾ ശോഭനമായിരിക്കും എന്നതിൽ സംശയം വേണ്ട. അല്ല, നമ്മുടെ ചെല്ലമ്മ ചേച്ചിയുടെയും ചെല്ലപ്പൻ ചേട്ടന്റെയും വീട്ടിൽ എന്തോ സംഭാഷണം നടക്കുന്നുണ്ടല്ലോ. ഇന്നത്തെ വിശേഷം എന്താണാവോ? ആഹാ, ഇനി എല്ലാ വെള്ളിയാഴ്ചയും ഡ്രൈ ഡേ. അത് നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല ചെല്ലമ്മേ. ഞാൻ എൻ്റെ ആയുസ്സിൽ ഇതുവരെ മദ്യപിച്ചിട്ടില്ല. പിന്നെ ഡ്രൈ ഡേ ആയാലെന്ത്, വെറ്റ് ഡേ ആയാലെന്ത്. ഓ എന്റെ മനുഷ്യ, ഇത് ആ ഡ്രൈ ഡേ അല്ല. ഇത് പരിസര ശുചിത്വം നിലനിർത്താനും കൊതുകുജന്യ രോഗങ്ങൾ ഇല്ലാതാക്കാനും വേണ്ടി നടപ്പാക്കുന്ന ഡ്രൈ ഡേ ആണ്. അല്ലാതെ ശമ്പള ദിവസവും ഗാന്ധി ജയന്തി ദിനത്തിലും ഒക്കെ നടത്തുന്ന ഡ്രൈ ഡേ അല്ല കേട്ടോ. എടി ചെല്ലമ്മേ, ആളുകൾ വെള്ളമടിക്കാതിരുന്നാൽ തന്നെ ശരിക്കും പരിസരം ശുചിയാകും. അത് സത്യമാണ്. വഴിനീളെ ഛർദ്ദിച്ച് കുളമാക്കില്ല, ഇരിക്കുന്നിടവും നടക്കുന്നിടവും കിടക്കുന്നിടവും വൃത്തികേടാക്കില്ല. ഓ, ഈ മനുഷ്യനെ കൊണ്ട് തോറ്റു. ഈ ആണുങ്ങൾക്ക് വെള്ളമടി എന്നൊരു താല്പര്യം മാത്രമേ ഉള്ളൂ എൻ്റെ ഈശ്വര. നീ ചൂടാവാതെ. ഇതല്ലെങ്കിൽ പിന്നെ എന്തുവാ കാര്യമെന്ന് വ്യക്തമായി പറ. ഒരുമാതിരി വോട്ട് കിട്ടാൻ നേതാക്കന്മാർ പ്രസംഗിക്കും പോലെ അവിടെയും ഇവിടെയും തൊടാതെ നീ കാര്യം വ്യക്തമായിട്ട് പറ. ദേ നോക്ക്, നിങ്ങളുടെ മോൻ്റെ സ്കൂളിൽ നിന്ന് അവൻ്റെ ക്ലാസ് ടീച്ചർ കൊടുത്തുവിട്ട കത്താ. കത്തോ? എനിക്കോ? കത്തല്ല, നോട്ടീസ്. ഓ, നോട്ടീസാ? എന്താ കാര്യം? അതാ ഞാൻ ഇത്രയും നേരവും പറഞ്ഞുകൊണ്ടിരുന്നത്. എല്ലാ വെള്ളിയാഴ്ചയും സ്കൂളിൽ ഡ്രൈ ഡേ ആചരിക്കുമെന്ന്. അതല്ലേ ഞാൻ ചോദിച്ചത്. ദേ മിണ്ടരുത്, ഞാൻ പറഞ്ഞു തീർക്കട്ടെ. അതിനിടയിൽ വെള്ളമടി എന്നും പറഞ്ഞു വരരുത് കേട്ടോ. ഓക്കെ, നീ പറ. ഓരോ ആഴ്ച ഓരോ ക്ലാസ്സിനായിരിക്കും ഈ പരിപാടിയുടെ ഓവറോൾ ചാർജ്. ആ ക്ലാസ്സിലെ കുട്ടികൾ വേണം സ്കൂൾ പരിസരം മൊത്തം ശുചിയാണോ, എവിടെയെങ്കിലും വെള്ളം കെട്ടിക്കിടപ്പുണ്ടോ, വെള്ളം കെട്ടിക്കിടക്കാൻ ചാൻസ് ഉള്ള വസ്തുക്കൾ വല്ലതും അലക്ഷ്യമായി എവിടെയെങ്കിലും കിടപ്പുണ്ടോ, ഏതേലും ക്ലാസ് മുറിയിൽ വേസ്റ്റ് കൂടിക്കിടപ്പുണ്ടോ എന്നൊക്കെ നോക്കിയാൽ മാത്രം പോരാ. എന്തേലും പ്രശ്നം കണ്ടെത്തിയാൽ അത് പരിഹരിക്കുകയും കൂടെ വേണം. ആഹാ, അത് കൊള്ളാമല്ലോ. നല്ലൊരു ഏർപ്പാടൊക്കെ കൊള്ളാം. പക്ഷെ വീട്ടിൽ വന്നാലും പിള്ളേർ ഇതേ അളവുകോൽ വെച്ചാ പരിശോധന. ദേ കഴിഞ്ഞ ദിവസം എന്നെ കൊണ്ട് നിങ്ങളുടെ മോൻ ഇക്കണ്ട ചെടിച്ചട്ടിയുടെ എല്ലാം അടിയിൽ വെച്ചിരിക്കുന്ന പാത്രങ്ങളിൽ കെട്ടിക്കിടന്ന വെള്ളം മുഴുവൻ മാറ്റിച്ചു. പറമ്പ് മുഴുവൻ നടത്തിച്ച ആ ചെറുക്കൻ പഴയ പ്ലാസ്റ്റിക് കുപ്പികൾ, പാത്രങ്ങൾ, ചിരട്ട ഒക്കെ പെറുക്കി മാറ്റിച്ചു. അതൊക്കെ എന്തിനാ? ഓ, ഒന്നും പറയണ്ടെന്നേ. അവിടങ്ങളിലൊക്കെ മലിനജലവും മഴവെള്ളവും ഒക്കെ കെട്ടിക്കിടന്ന് കൊതുക് മുട്ടയിട്ട് വളരുമത്രേ. അങ്ങനാണത്രേ ഈ മാരക രോഗങ്ങൾ പടരുന്നത്. അതിന് നമ്മൾ അവസരം ഉണ്ടാക്കി കൊടുക്കരുത്. ഇത് വല്ലോ നിങ്ങൾ കേട്ടിട്ടുണ്ടോ, ചെയ്തിട്ടുണ്ടോ? അപ്പോ ഈ സ്കൂളിൽ ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഗുണമുണ്ട് അല്ലേ? പിന്നെ ഗുണമുണ്ട്, പക്ഷെ വീട്ടുകാർക്ക് കിടക്കപ്പുറതിയില്ല. അല്ല, അവൻ പറഞ്ഞതും സ്കൂളിൽ പഠിപ്പിക്കുന്നതും ഒക്കെ നല്ല കാര്യങ്ങളല്ലേ? നമുക്കതെന്ത് വന്നാലും അനുസരിക്കണം ചെല്ലമ്മേ. അതെ, ഞാനും വരാം ചിരട്ട പറക്കാൻ. ഇന്നിപ്പോ വേണ്ട, ഞാൻ ഇന്നലെ എല്ലാം പെറുക്കി. ഇനി വീഴുന്നത് ചേട്ടൻ അന്നന്ന് പെറുക്കി കളഞ്ഞാൽ മതി. ജാഗ്രത ഉണ്ടായിരിക്കണം എന്ന് സാരം. ഇവിടെ ആരുമില്ലേ? ചെല്ലപ്പാ. ഈശ്വരാ, ദേ ആ സുന്ദരൻ ചേട്ടൻ കേറ്റി തട്ടുന്നു. നീ വല്ല വേസ്റ്റും റോഡിലോട്ടങ്ങാണ് എറിഞ്ഞ? ഇല്ലെന്നേ. എടേ, വല്ല പ്ലാസ്റ്റിക് സഞ്ചി എടുത്ത് റോഡിലോ മറ്റോ ഇട്ടാ? ഓ ഇല്ല, ഇവിടെ ആരുമില്ലേ? ചെല്ലമ്മോ. എന്തോ പൊല്ലാപ്പുണ്ട്. ഞാൻ കുളിക്കാൻ കയറുക, നീ പോയി. ഞാൻ കുളിക്കുക, ഇന്ന് തേച്ചു കുളിയാ, 1-2 മണിക്കൂർ എടുക്കുമെന്നങ്ങ് പറഞ്ഞേരി. ചെല്ലമ്മോ. ദാ നിന്നെയാ വിളിക്കണ. ചെല്ലി. നിങ്ങളുടെ വീട്ടിൽ നിന്ന് മലിനജലം ദേ റോഡിലോട്ടാ ഒഴുക്കി വിടുന്നേ. ഇത് ശരിയല്ല. ചെല്ലപ്പാ,
ഒന്ന് ഇറങ്ങി വന്നേ. ആ ആ ദേ നിങ്ങൾ തന്നെ അങ്ങ് ചെന്നാ മതി, എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട്. ഇല്ലേ ദേണ്ടേ ഡ്രൈ ഡേ ഇപ്പോൾ വെഡ് ഡേ ആകുവേ. അതെ, കുട്ടികൾ നമുക്ക് വഴികാട്ടുകയാണ്. ശുചിത്വം പരിപാലിക്കാൻ, മാലിന്യം വലിച്ചെറിയാതെ ഇരിക്കാൻ, ഇതുപോലെ മാലിന്യം തെരുവുകളിലേക്ക് ഒഴുക്കി വിടാതിരിക്കാൻ കുട്ടികളെ ശീലിപ്പിക്കുകയാണ് നമ്മുടെ നാളുകളെ ശുചിത്വപൂർണ്ണമാക്കാൻ ഏറ്റവും ആവശ്യം വേണ്ടത്. ഈ ഒരു അവബോധം നമ്മുടെ സ്കൂളുകളിൽ ഇന്ന് സൃഷ്ടിക്കപ്പെടുകയാണ്. സ്കൂളുകളിൽ മാലിന്യം ഉണ്ടാകുന്നില്ല എന്നുറപ്പാക്കുന്നതോടൊപ്പം എങ്ങനെ തങ്ങൾക്ക് ചുറ്റുമുള്ള പ്രദേശം ശുചിയായി സൂക്ഷിക്കാമെന്നും ഇന്ന് നമ്മുടെ കുട്ടികളെ പരിശീലിപ്പിക്കുന്നു. അതിൻ്റെ മാറ്റം അവരിലൂടെ സമൂഹത്തിലേക്കും പകർന്നെത്തുന്നു. സ്കൂളിലെ ശുചിത്വ സംസ്കാരത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുകയാണ് താമരക്കുളം ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനും പരിസ്ഥിതി പ്രവർത്തകനുമായ ശ്രീ റാഫി രാംനാഥ്. വിദ്യാഭ്യാസ കാലയളവിൽ അറിവിനൊപ്പം വിദ്യാർത്ഥികളിൽ ഊട്ടിയുറപ്പിക്കേണ്ട തിരിച്ചറിവാണ് ശുചിത്വബോധം. തൻ്റെ ക്ലാസ് മുറിയും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുന്നതിലൂടെ കുട്ടിയിൽ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടാം. കുട്ടികളിൽ ശുചിത്വബോധം വളർത്തിയെടുക്കുന്നതിൽ അധ്യാപകർക്ക് പ്രധാന പങ്കുണ്ട്. വൃത്തിയുള്ളതും നന്നായി പരിപാലിക്കപ്പെടുന്നതുമായ അന്തരീക്ഷം വിദ്യാർത്ഥികളിൽ അഭിമാനവും ഉത്തരവാദിത്ത ബോധവും ഉണ്ടാക്കുന്നു. ക്ലാസും പരിസരവും ക്യാമ്പസും വൃത്തിയായി സൂക്ഷിക്കുക വഴി പൊതു ഇടങ്ങൾ വൃത്തിയായി സൂക്ഷിക്കണം എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന തിരിച്ചറിവ് കുട്ടികളിൽ വളർന്നു വരുന്നു. നടന്നു പോകുന്ന വഴികളിലും ശ്വസിക്കുന്ന വായുവിലും കുടിക്കുന്ന വെള്ളത്തിലും മാലിന്യം അഴുകിച്ചേർന്ന് കിടക്കുന്നുണ്ട്. അറിഞ്ഞോ അറിയാതെയോ അതൊക്കെ നമ്മുടെ ശരീരത്തിന്റെ ഭാഗമാകുന്നു. അങ്ങനെ പലതരം രോഗങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കേണ്ട ഗതികളിലാണ് ആധുനിക സമൂഹം. ഈ സാഹചര്യത്തിലാണ് കുട്ടികളിൽ ശുചിത്വബോധം വളർത്തേണ്ടതിന്റെ പ്രാധാന്യം കൂടി വരുന്നത്. ഇപ്പൊ വിദ്യാലയങ്ങളിൽ മാലിന്യ സംസ്കരണത്തിന് പല വിധത്തിലുള്ള മാർഗങ്ങൾ നിലവിലുണ്ട്. ഹരിതകർമ്മസേന എല്ലാ മാസവും വിദ്യാലയങ്ങളിലെത്തി കുട്ടികൾ ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് പേനകളും ഒക്കെ ശേഖരിച്ചു കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ തന്നെ സാനിറ്ററി നാപ്കിനുകൾ ശരിയായ രീതിയിൽ സംസ്കരിക്കുന്നതിനുള്ള ഇൻസിനേറ്റർ സംവിധാനങ്ങൾ സ്കൂളുകളിൽ നിലവിലുണ്ട്. ഇപ്പോൾ ക്ലാസ് തലത്തിലായാലും ശുചീകരണ പ്രവർത്തനങ്ങൾ കുട്ടികളുടെ നേതൃത്വം നടത്തിക്കൊണ്ട് ക്ലാസ്സും പരിസരവും ഒക്കെ വൃത്തിയാക്കി, ക്യാമ്പസും വൃത്തിയാക്കിക്കൊണ്ട്, ക്യാമ്പസുകളിൽ മനോഹരങ്ങളായ പൂച്ചെടികൾ വെച്ച് പിടിപ്പിച്ചുകൊണ്ട്, ഔഷധ സസ്യങ്ങൾ വെച്ച് പിടിപ്പിച്ചുകൊണ്ട് ക്യാമ്പസും പരിസരവും ഒക്കെ വൃത്തിയായി സൂക്ഷിക്കുന്നതിൻ്റെ പ്രാധാന്യം കുട്ടികളിലേക്ക് എത്തിക്കുന്നതിൻ്റെ പ്രവർത്തനങ്ങൾ വിദ്യാലയങ്ങൾ നടന്നു വരുന്നുണ്ട്. അതിന് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, NCC, SPC, വിവിധ പരിസ്ഥിതി ക്ലബ്ബുകൾ തുടങ്ങി വ്യത്യസ്തമായ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ ശുചിത്വ ബോധം കുട്ടികളിൽ ഉണ്ടാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു. അതോടൊപ്പം തന്നെ ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ വിദ്യാലയങ്ങളിൽ ബോധവൽക്കരണ ക്ലാസ്സുകളും തുടർച്ചയായിട്ടുള്ള നിരീക്ഷണങ്ങളും ഒക്കെ നടന്നു വരുന്നുണ്ട്. വളരെ മുന്നോട്ട് നമ്മുടെ പുതിയ തലമുറയിലൂടെ അധ്യാപകരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും പൊതുജനങ്ങളും ഒക്കെ ചേർന്ന് ഒരു വൃത്തിയുള്ള സമൂഹത്തെ സൃഷ്ടിക്കാൻ കഴിയട്ടെ. വിദ്യാലയങ്ങളിൽ കുട്ടികൾക്ക് എന്തെല്ലാം പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാനാകും? അത് അവൻ്റെയോ അവളുടെയോ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവരും? ശ്രീ റാഫി രാംനാഥ് തുടരുന്നു. വിദ്യാലയത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങളോടൊപ്പം വീടുകളിലും അതൊരു തിരിച്ചറിവാണ്. പ്ലാസ്റ്റിക് കത്തിച്ചാൽ ക്യാൻസർ പോലെയുള്ള മാരകമായ രോഗങ്ങൾ ഉണ്ടാക്കും, ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാക്കും എന്നുള്ള തിരിച്ചറിവ് കുട്ടിയിൽ ഉണ്ടാകുമ്പോഴാണ് കുട്ടി അതിനെ വലിച്ചെറിയാതെ മണ്ണിനും വായുവിനെയും ജലത്തിനെയും ഒക്കെ മലിനപ്പെടുത്തുന്ന പ്ലാസ്റ്റിക്കിനെ ശേഖരിച്ച് നിർമ്മാർജ്ജനം ചെയ്യണം, അല്ലെങ്കിൽ റീസൈക്കിൾ ചെയ്യണം എന്നുള്ള ബോധം കുട്ടിയിൽ ഉണ്ടാകുമ്പോഴാണ് കുട്ടി അത് പ്രാവർത്തികമാക്കുന്നത്. അത് അത്തരത്തിൽ ക്യാമ്പസിൽ ചെയ്യുന്നത് അതുപോലെ തന്നെ കുട്ടി വീട്ടിൽ എന്ന് മാത്രമല്ല അവൻ്റെ ജീവിത കാലയളവിലാകെ അതിനെ അനുകരിക്കുകയും അത് ജീവിത ശൈലിയായി മാറ്റുകയും ചെയ്യുമെന്ന് ഉറപ്പാണ്. അതിന് നല്ല മാതൃകകൾ നമ്മൾ ചുറ്റിലുമുണ്ട്. അപ്പം വിദ്യാലയവും പരിസരവും സൂക്ഷിക്കുന്നതിലൂടെ വീടും പരിസരവും സൂക്ഷിക്കണം, വൃത്തിയായി സൂക്ഷിക്കണം എന്നൊരു ബോധം, ഒരു തിരിച്ചറിവ് അവനിൽ ഉണ്ടാവുന്നുണ്ട്. ഒരു പ്രവൃത്തിയും ചെറുതല്ല. ചെറു ജലകണങ്ങൾ ചേർന്നൊഴുകി അരുവിയായി, പുഴയായി, ഒടുവിൽ സമുദ്രമായി മാറുന്നതുപോലെ ഭാവി തലമുറയുടെ കുഞ്ഞു കൈകൾ ചേർന്നൊരുക്കുന്ന കൂട്ടായ്മകളുടെ പ്രവൃത്തികളാണ് നാളത്തെ നമ്മുടെ നാടിന്റെ ഭാഗധേയം നിർണയിക്കുക. അത് നന്മയുടെയും വൃത്തിയുടെയും സന്ദേശമായി മാറാൻ നമുക്കും പിന്തുണയ്ക്കാം. വിദ്യാലയങ്ങളിലെ ശുചിത്വ പരിപാലനത്തിനും അതിലുപരി പുതുതലമുറയിൽ ശുചിത്വത്തിന്റെ പാഠങ്ങൾ പകർന്നു നൽകുന്നതിനും
സർക്കാരും ശുചിത്വ മിഷനും ഏറെ പ്രാധാന്യം നൽകുന്നുണ്ട്. ഈ കാഴ്ചപ്പാട് അവതരിപ്പിച്ചുകൊണ്ട് ഇനി നമ്മളോട് സംസാരിക്കുന്നത് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടിയാണ്. നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. സ്കൂൾ ശുചിത്വവും സുരക്ഷിതത്വവും നമ്മുടെ ഉത്തരവാദിത്വം. കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനൊപ്പം കുട്ടികളുടെ ആരോഗ്യവും ശുചിത്വവും ഉറപ്പാക്കുന്നതിന് സർക്കാർ അതീവ പ്രാധാന്യം നൽകുന്നു. ഓരോ സ്കൂളും ഒരു വിജ്ഞാന കേന്ദ്രം എന്നതിലുപരി മികച്ച ശുചിത്വ മാതൃകകളായി മാറണമെന്നാണ് സർക്കാരിൻ്റെ കാഴ്ചപ്പാട്. മാലിന്യമുക്ത വിദ്യാലയം, ഹരിത വിദ്യാലയം എന്ന ലക്ഷ്യം മുൻനിർത്തി സമഗ്രമായ പദ്ധതികളാണ് വിദ്യാഭ്യാസ വകുപ്പ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. വിദ്യാലയ പരിസരം, ക്ലാസ് മുറികൾ, ശുചിമുറികൾ എന്നിവയുടെ ദൈനംദിന ശുചീകരണം ഉറപ്പാക്കുവാൻ കർശന നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. പാചകപ്പുരകളുടെ ശുചിത്വവും ഉച്ചഭക്ഷണത്തിന്റെ ഗുണമേന്മയും ഉറപ്പാക്കുവാൻ സ്കൂൾ ഉച്ചഭക്ഷണ കമ്മിറ്റികൾ ജാഗ്രത പാലിക്കേണ്ടതായിട്ടുണ്ട്. അജൈവ മാലിന്യങ്ങൾ തരംതിരിച്ച് നീക്കം ചെയ്യുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് പ്രവർത്തിക്കണം. സ്കൂളുകളിൽ ഉറവിട മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ, ഉദാഹരണത്തിന് കമ്പോസ്റ്റ് പിറ്റുകൾ നിർബന്ധമായും സജ്ജമാക്കേണ്ടതായിട്ടുണ്ട്. ഹരിത കർമ്മസേനയുടെ സേവനം പ്രയോജനപ്പെടുത്തി വിദ്യാലയങ്ങളെ പ്ലാസ്റ്റിക് മുക്ത മേഖലകളാക്കി പ്രഖ്യാപിക്കാൻ നടപടി സ്വീകരിക്കണം. വിദ്യാർത്ഥികളിൽ ശുചിത്വ ശീലങ്ങൾ വളർത്തുന്നതിനായി സ്കൂൾ തലത്തിൽ ശുചിത്വ ക്ലബ്ബുകൾ സജീവമായി പ്രവർത്തിപ്പിക്കണം. ശുചിത്വ പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്തുവാൻ ജില്ലാടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ ഓഫീസർമാരുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തും. അധ്യാപകരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും കൈകോർത്താൽ മാത്രമേ ഈ പദ്ധതികൾ പൂർണ്ണമായി വിജയത്തിലേക്ക് എത്തുവാൻ കഴിയൂ. വൃത്തിയുള്ള വിദ്യാലയം, ആരോഗ്യവാനായ വിദ്യാർത്ഥി എന്ന മുദ്രാവാക്യം ഉയർത്തി നമുക്ക് മുന്നോട്ട് പോകാം. കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടിയുടെ വാക്കുകൾ കേട്ടല്ലോ. അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്കേവർക്കും പ്രചോദനമായി ഏറ്റെടുക്കാം. മാലിന്യമുക്തമായ ഒരു നവകേരളത്തിനായി കൈകോർത്തുകൊണ്ട് ഇനി നമുക്ക് അടുത്തയാഴ്ച ഇതേ സമയം ഒത്തുചേരാം. ഏവർക്കും നന്ദി, നമസ്കാരം. സംസ്ഥാന ശുചിത്വ മിഷൻ മാലിന്യമുക്തം നവകേരളം. രൂപകരചന ബിജു മാത്യു. ആഖ്യാനം ശാന്തി MS. ശബ്ദ സാന്നിധ്യം കുരീപ്പുര സജീവ്, ബിജു കല്ലുവാതുക്കൽ, അഞ്ജന ശ്രീകുമാർ. അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.